ആൾക്കാരെ വിട്ടാ അത് വിട്ടിട്ടാ ആ ഗാന്ധിജിയുടെ എതിരെ നമ്മൾ ഇന്നലെ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നില്ല അതിന്റെ പൈസ മേടിക്കും കേട്ടാ ശരിടാ ആ ചെറിയ മീറ്റിംഗ് ഞാൻ വിളിക്കാം നമ്മുടെ ഒരു സ്പെഷ്യൽ വാക്സിൻ ആണ് അല്ലല്ല ഇത് കഴിക്കില്ല സാർ നമ്മൾ ഇതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വാക്സിനാണ് ഇതിനകത്ത് നമ്മൾ ചെറുമിടായിട്ട് ഒരു ആ ഷേപ്പിൽ ചെയ്തിട്ടുള്ളൂ ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഓരോ കളർ അനുസരിച്ചിട്ടാണ്. അപ്പൊ ഇതിലൊരു റെഡ് കളർ ഈ റെഡ് കളർ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് കളറിന്റെ ആൾക്കാരായി മാറും അറിയാലോ നമുക്ക് റെഡ് കളർ ഞാൻ വേണമെങ്കിൽ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും എല്ലാവരും അതെ നമ്മുടെ കമ്പനിയുടെ ഒരു മരുന്ന് ഡെമോ ചെയ്യാനായിട്ട് ഇതൊന്നും വരുമോ? അതൊരു സ്പെഷ്യൽ ഒരു വാക്സിനാണ്. അപ്പോൾ ചേട്ടൻ പ്രശ്നമൊന്നുമില്ല, ചേട്ടൻ ജസ്റ്റ് ഒന്ന് കഴിച്ചാൽ മതി, ഒന്ന് വരും. ചേട്ടൻ നമ്മൾ ജസ്റ്റ് ഇതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല, ഇത് വിഷമൊന്നുമല്ല ചേട്ടൻ. നമ്മൾ ജീരം കിട്ടാൻ പോലെ കഴിക്കാവുന്ന മധുരമുള്ള ഒരു സംഭവം തന്നെയാണ്. ചേട്ടൻ ഇതൊന്നും കഴിച്ചു നോക്കും. ഞാൻ കൊടുക്കാം സാർ 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 ഒന്ന് കഴിച്ചു ഫുള്ളായിട്ട് കഴിച്ചു, കുഴപ്പമില്ല, പേടിക്കണ്ട, വെള്ളം കുടിക്കണ്ട. പേടിക്കാനില്ല. സാർ മുഴുവൻ കഴിച്ചു. സാറിന് എന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം ഈ ഡിമോണിറ്റൈസേഷനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ഡിമോണിറ്റൈസേഷൻ അല്ല, ഇവിടെ മൊത്തത്തിലൂടെ ഫാസിസ്റ്റ് ഭരണകൂടമല്ല ഇവിടെ ഭരിക്കണേ. ഇവിടെ മൊത്തം ഫാസിസ്റ്റ് നടക്കുന്നത് ഇവിടെ, അല്ലാതെ ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ? ഇത് നീ ശരി, കുറച്ചൊക്കെ ശരിയാണ്. ആ ഈ ഡിമോണിറ്റൈസേഷന്റെ ഭാഗമായിട്ട് സാധാരണക്കാരുടെ വെയിൽ കൊണ്ട് പൊരി വെയിലത്ത് നിന്ന് വലിയ നിൽക്കുക, ഓരോരുത്തർ മരിക്കുക, വയസ്സാൾക്കാരോട് മരിക്കുക. എന്നിട്ട് അവൻ വിദേശത്ത് നടക്കുക, സുഖിച്ച് നടക്കുക. പക്ഷെ വിദേശത്ത് പോണ കുറെ പോളിസികൾ പാകിസ്ഥാന്റെ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ അറിയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നത്. ആ കാര്യം ഇവിടെ സംസാരിക്കണ്ട, അതല്ല ഇവിടുത്തെ ചർച്ച എന്നുണ്ടെങ്കിൽ സാഹിത്യകാരന്മാർക്ക് കൂടെ സ്വാതന്ത്ര്യം ഉണ്ടോ, ഇവിടെ ബീഫ് തിന്നാൻ സ്വാതന്ത്ര്യം ഉണ്ടോ, അങ്ങനത്തെ അതായത് നമ്മൾ ആ കാര്യങ്ങൾ അതിനൊക്കെ നമ്മൾ അണിചേരേണ്ടത്, അതിനാണ് നമ്മൾ ചങ്ങലയാവേണ്ടത്, അതിനാണ് നമ്മൾ പ്രതിഷേധം അർപ്പിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഈ മറ്റേ കേരളത്തിലെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ബംഗാളിലെ കാര്യങ്ങൾക്കോ അവരൊക്കെ ഉള്ള കാരണം നീ ഇവിടെ ഞാനിപ്പോയിക്കണ്. ഇത് ഇപ്പൊ വേറെ ഈ കളർ അറിയാലോ, ഈ കളർ അല്ല ഇത് കഴിച്ചാൽ മതി സാറ്, പേടിക്കണ്ടേ. ആ കളർ ദേഷ്യം നോക്കണ്ട സാറ്, കഴിച്ചു കഴിച്ചു. ഇത് ഞാൻ പറയുന്ന ഈ സാധനം കഴിക്കാറില്ല. ഈ നേരം ആ കുട്ടിയുടെ ഡ്രസ്സിന്റെ കളറല്ലേ കഴിച്ചു നോക്ക്, അറിയാൻ വേണ്ടിട്ടാണ്. നമ്മുടെ ഭാരതം മാധവനെ കാണുമ്പോൾ നമ്മളെപ്പോൾ ഓരോ രാജ്യസ്നേഹികളും നമ്മളെല്ലാവരും വേണം അതിന് വേണ്ടി സഹിക്കാൻ. അത് നീ സഹിക്കും, സഹിക്കണം, ആൾക്കാർ സഹിക്കണത്. ഇത് അതിന്റെ ആവശ്യമില്ലല്ലോ നിനക്ക്. അതായത് മനസ്സിലായി അടിപൊളിയാ. നീ മാറ് കഴിക്കി കുട്ടി കഴിക്കി. ഇത് നമ്മൾ ഈ യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ അത് നോർമലാവും. ഇത് നമ്മൾ ആള് നോർമലാവും, മനസ്സിലായി? അതിന് യെല്ലോന്റെ പ്രത്യേകം, നിങ്ങൾ യെല്ലോ എന്തുണ്ടായാലും യെല്ലോ കൊണ്ട് നടക്കണം. യെല്ലോന്റെ പരിപാടി അറിയാലോ. ഞാൻ അടുത്തത് വൈറ്റ് ഉണ്ട്, വൈറ്റ് അറിയാലോ. വൈറ്റ് നമുക്ക് കുറച്ച് കൊടുത്താൽ മതി, എന്ന് വെച്ചാൽ അതിന്റെ ഒരു അവസ്ഥ. ആണോ, വൈറ്റ് കുറച്ച് അധികം കൊടുക്കാം. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ സാറേ? കുറച്ചുകൂടി കൊടുക്കാം. സീറ്റ് വേണം, ഇത് അപ്പ സീറ്റ് വേണം. ഞാൻ ഇരുന്നോട്ടോ. ഡിമോണിറ്റൈസേഷൻ ഇവിടെ അതല്ല, ഇവിടെ 45 വയസ്സായിട്ട് നമ്മളിപ്പോഴും യൂത്ത് കോൺഗ്രസ് നടക്കാം. ഒരു ഉപകാരമില്ല. അതായത് ഇപ്പോഴും ഒരു പ്രചോദനം കാണില്ല. അപ്പോഴാണ് ഡിമോണിറ്റൈസേഷൻ. ഇവിടെ മനുഷ്യന്മാർക്ക് സീറ്റും ഉണ്ടാക്കില്ല. എല്ലാ നേതാക്കന്മാരാകും, അതായത് അണികളില്ല, ലോഡ് നേതാക്കന്മാരുന്നു. നേതാക്കന്മാരെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. അവിടെ പോയ നേതാക്കൾ, ഇവിടെ പോയ നേതാക്കാര്, അത് സീറ്റും ഇല്ല, ഒരു പാർട്ടി ഉണ്ട്, ലോഡ് നേതാക്കന്മാർ. ഇത് നല്ല
തെളിമുള്ള ഒരു അവസ്ഥ സാറ് ഇപ്പൊ ഇത് കൊടുത്തിട്ട് ആളിന് നോർമലാക്കി ഇങ്ങനെ ആയിരുന്നു നോർമൽ അത് ടീമോണിന് വേണ്ട നല്ല നല്ല സീറ്റുള്ള കാര്യങ്ങൾ പറയും നിനക്കൊരു ഉപകാരമുള്ള കാര്യങ്ങൾ പറയും ബസ്സിലൊക്കെ നല്ല സീറ്റ് തരാം നമുക്ക് ഈ ജാഥയ്ക്കൊക്കെ പോകാൻ പറ്റും വാർഡ് മെമ്പറാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് ഈ വാർഡ് മെമ്പർ മഴക്കുഴി പദ്ധതി തരാം അങ്ങനത്തെ അതായത് പദ്ധതികള് അതുപോലെ പൈസ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ നമ്മള് അല്ലാണ്ട് എന്തിനാടാ നമ്മള് ഈ ഗാന്ധിജിക്ക് വേണ്ടി പോരാടണം ഗാന്ധി സൈഡിൽ വേണം അപ്പുറത്ത് നമുക്ക് കഴിച്ചിട്ട് ചേട്ടൻ അങ്ങോട്ട് പൊക്കോ അല്ല ഇത് കഴിച്ചിട്ട് ചേട്ടൻ അങ്ങോട്ട് പൊക്കോ വിളിക്കും സാറ് വിളിക്കും നേതാവ് വിളിക്കും സീറ്റ് തരാൻ വിളിക്കും നീ അങ്ങോട്ട് പൊക്കോ നമ്മള് അപ്പൊ ഇത് നല്ല ഇനി ഒന്നും പറയണ്ട കാര്യം സാറിന് ഹാപ്പി ആണല്ലോ ഇത് അടിപൊളിയാണ് അപ്പൊ സാറിന് ഞങ്ങള് ഒരു ഇത് എന്തിനാന്നാ മനസ്സിലാവുന്നത് ഏത് ഈ ഈ വയലറ്റ് പോലെ ഇത് വയലൻസ് മോഡാണ് വയലൻസ് അത് നമുക്ക് എന്ത് ഇപ്പൊ ആൾക്ക് ഇപ്പൊ കൊടുത്താലും വയലൻസ് മോഡ് ആൾക്ക് കൊടുക്കണ്ട വേണ്ട നമുക്ക് എന്തിലും എല്ലാത്തിലും വയലൻസ് മോഡ് നമുക്കിതിപ്പോ ഫേസ്ബുക്കിലാണെങ്കിലും മനസ്സിലായി ഈ ചോപ്പ് മുണ്ട് കണ്ടാ തല്ലുക പിന്നെ അതുപോലെ ഡിസിപ്ലിനറി ആക്ഷൻ ചെക്കുവേരുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അടിക്കുക കത്തിക്കുക പിന്നെ മറ്റേ പരിപാടി കോളേജുകളിൽ അല്ല ഇത് മഞ്ഞ കുറെ തന്നോ കാരണം ഇതിൽ ഏത് സാറിന് അത് വേണമെങ്കിൽ കുറച്ച് കൊണ്ടുവയ്ക്കോ സാറിന്റെ അണികൾക്ക് ഉണ്ടെങ്കിൽ പോക്കറ്റിലിട്ട് കുറച്ച് കൊണ്ടുവയ്ക്കും ഇത് കമ്പനിയുടെ ഓഫറാണ് ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ ഓഫറാണ് പെട്ടി കൊടുത്തായിരിക്കും ഇല്ല പെട്ടി ഞങ്ങൾക്ക് ഇനി കുറച്ച് പേരുണ്ട് വരാണ്ടല്ലോ അപ്പൊ അടുത്ത സമ്മേളനം വരുന്നുണ്ട് അപ്പൊ അതിന് കുറച്ച് പേരുണ്ട് വരാണ്ട് അപ്പൊ അവർ കൊടുക്കും സാറിന് ഞങ്ങൾ കമ്പനി ഓഫറാണ് ഒരു പിടി വിളിക്കണ തരും സാർ അത് പോക്കറ്റിലിട്ട് കൊണ്ടുവയ്ക്കും സാറ് കഴിക്കാണ്ട് നോക്കണം സാറേ സാറിന്റെ ജോലിയൊക്കെ അറിയാലോ അപ്പൊ ശരി സാറേ അപ്പൊ എന്തായാലും കാണും ഞാൻ വിളിക്കാം കേട്ടോ എടാ